നടന്നു പോകുമ്പോഴും എത്ര ഇൻഫർമേഷൻസ് ആണ് അല്ലെങ്കിൽ എത്ര കാര്യങ്ങളാണ് നമ്മുടെ ചുറ്റുപാടിൽ നടക്കുന്നത് അല്ലെ. നമ്മൾ എത്ര കാര്യങ്ങളാണ് കാണുന്നത്, കേൾക്കുന്നത്, അതുപോലെ തന്നെ നമ്മൾ അനുഭവിച്ചറിയുന്നത്. ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മുടെ ബ്രെയിനിൽ, അതല്ലെങ്കിൽ എന്താണ് നമ്മുടെ മെന്റൽ പ്രോസസ്സിംഗ് എങ്ങനെയൊക്കെയാണ് നടക്കുന്നത്, അതായത് ഈ കാര്യങ്ങൾ നമ്മൾ എങ്ങനെയാണ് പെർസീവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെയാണ് ഓർത്ത് വെക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെയാണ് റീസൺ ചെയ്യുന്നത്, ഇതിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഓക്കെ, അപ്പോൾ നമുക്ക് സൈക്കോളജിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സൈക്കോളജി ഫാക്കൽറ്റി. ദിസ് ഈസ് യുവർ DZone ഹൈബ്രിഡ് ക്യാമ്പസ്. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് IGNOU MA സൈക്കോളജിയിലെ ഫസ്റ്റ് ഇയറിലെ പുതിയൊരു പേപ്പറാണ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. MPC 01 എന്ന് പറഞ്ഞിട്ടുള്ള കോഗ്നിറ്റീവ് സൈക്കോളജി എന്നുള്ള പേപ്പറാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് എന്താണ് കോഗ്നിറ്റീവ് സൈക്കോളജി, അതിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്കിവിടെ പഠിക്കാം. സോ നമ്മൾ ഇന്ന് ഫസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള കോഗ്നിറ്റീവ് സൈക്കോളജിന്റെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് കോഗ്നിറ്റീവ് സൈക്കോളജി? സൈക്കോളജി സ്റ്റുഡൻസ് എന്താണ് സൈക്കോളജി ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ പാർട്ട് പഠിക്കുന്ന സമയത്ത് പലതരത്തിലുള്ള ഹയർ മെന്റൽ പ്രോസസ്സുകളെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും അല്ലെ. കോഗ്നിഷൻ, ലേണിംഗ്, പെർസെപ്ഷൻ, റിമെമ്പറിംഗ്, ഫോർഗെറ്റിംഗ്, പ്രോബ്ലം സോൾവിംഗ്. സോ നമുക്ക് കോഗ്നിഷൻ എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ തോട്ട് പ്രോസസ്സുകളാണ് അല്ലെ. അപ്പോൾ ഒരു കോഗ്നിറ്റീവ് സൈക്കോളജി എന്ന് പറയുമ്പോൾ നമുക്ക് ജസ്റ്റ് എന്താണ് അതിന്റെ ഡെഫിനിഷൻ, അല്ലെങ്കിൽ ഒരു കോഗ്നിറ്റീവ് സൈക്കോളജി എന്ന് പറഞ്ഞാൽ എന്താണ്, അതുകൊണ്ട് മെയിൻ ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ് ജസ്റ്റ് നമുക്ക് നോക്കാം. സോ കോഗ്നിറ്റീവ് സൈക്കോളജി എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ഹൗ പീപ്പിൾ പെർസീവ്, ലേൺ, റിമെമ്പർ ആൻഡ് തിങ്കിങ് അബൌട്ട് ഇൻഫർമേഷൻ. അതായത് ഒരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിനെ എങ്ങനെയാണ് നമ്മൾ പെർസീവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെയാണ് ലേൺ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെയാണ് നമ്മുടെ ബ്രെയിനിൽ ഓർത്ത് വെക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് നമ്മൾ അതിനെ കുറിച്ചിട്ട് എങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്ന് പഠിക്കുന്ന ഒരു ബ്രാഞ്ച് ആണ് നമ്മുടെ കോഗ്നിറ്റീവ് സൈക്കോളജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കോഗ്നിറ്റീവ് സൈക്കോളജിസ്റ്റ് മെയിൻ ആയിട്ട് എങ്ങനെയാണ്, അതായത് നമുക്ക് ചുറ്റുപാടിലും ധാരാളം കാര്യങ്ങളുണ്ട് അല്ലെ. ചിലപ്പോൾ എന്താണ് പലതരത്തിലുള്ള ഷേപ്പുകളാവാം, അല്ലെങ്കിൽ പലതരത്തിലുള്ള കളർഫുൾ ആയിട്ടുള്ള ഒബ്ജക്ട്സ് ആവാം. അപ്പൊ നമ്മൾ ഓരോ ഇൻഡിവിജ്വൽസും എങ്ങനെയാണ് ഈ ഒരു കാര്യങ്ങളെ പഠിക്കുന്നത്, അതായത് നമുക്ക് വ്യത്യസ്ത തരത്തിലുള്ള എന്താണ് ലാംഗ്വേജുകൾ ഉണ്ട് അല്ലെ. ഇതിനൊക്കെ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ബ്രെയിനിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്, അതിന് എന്തൊക്കെ പ്രോസസ്സുകളാണ് ഉള്ളത്, അതുപോലെ തന്നെ നമുക്ക് എങ്ങനെയാണ് ചില കാര്യങ്ങൾ എന്താണ് നമ്മൾ പെട്ടെന്ന് തന്നെ മറന്നു പോകും അല്ലെ. അപ്പൊ ആ മറന്നു പോകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് ഒക്കെയാണ് നമ്മൾ ഈ മെയിൻ ആയിട്ട് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. സോ അതിന് മുന്നേ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതായത് കോഗ്നിറ്റീവ് സൈക്കോളജിസ്റ്റുകൾ യൂസ് ചെയ്യുന്ന റിസർച്ച് മെത്തേഡ്സ്, അതായത് ഈ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ടും അവർ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ യൂസ് ചെയ്തിട്ടുള്ള റിസർച്ച് മെത്തേഡ്സ് ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ നമ്മൾ റിസർച്ച് മെത്തേഡ്സ് നോക്കുന്നതിന് മുന്നേ ഒരു റിസർച്ച് ചെയ്യുന്നതിന് ചില ഗോൾസ് ഉണ്ട് അല്ലെ. അപ്പൊ ആ ഒരു ഗോൾസ് എന്തൊക്കെയാണ് ജസ്റ്റ് നമുക്ക് നോക്കാം. അതായത് അവര് ഡാറ്റ ആദ്യം എന്താണ് കളക്ട് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഡാറ്റ ഗാദറിംഗ് എന്ന് നമ്മൾ പറയും. ഫസ്റ്റ് ഓഫ് ഓൾ അവരെന്താണ് ചെയ്യുക, ആ ഒരു ഡാറ്റനെ കളക്ട് ചെയ്യും. ഏത് റിസർച്ച് വർക്കാണോ അല്ലെങ്കിൽ ഏത് സബ്ജക്റ്റിലാണോ അവർ റിസർച്ച് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടുള്ള എന്താണ് ആ ഒരു ഡാറ്റനെ അവർ കളക്ട് ചെയ്യുന്നുണ്ട്. പിന്നീട് എന്താണ് ഈ ഒരു കളക്ട് ചെയ്തിട്ടുള്ള ഡാറ്റനെ അവർ അനലൈസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു അനാലിസിസിന് ശേഷം എന്താണ് അവർ തിയറി ഡെവലപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നീട് എന്താണ് ആ ഒരു ഡെവലപ്പ് ചെയ്തിട്ടുള്ള തിയറി യൂസ് ചെയ്തിട്ട് എന്താണ് അവർ ഹൈപ്പോത്തസിസ് ഫോർമുലേഷൻ എന്ന് പറയുമ്പോൾ എന്താണ് ഒരു ടെന്റേറ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. അതായത് അവർ ചെയ്യുന്ന ആ ഒരു റിസർച്ച് വർക്കിനുള്ള ഒരു ടെന്റേറ്റീവ് സ്റ്റേറ്റ്മെന്റ് എന്നാണ് അവർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നീട് എന്താണ് ഈ ഒരു ഹൈപ്പോത്തസിസ് ചെയ്തിട്ടുള്ള ആ ഒരു ടെന്റേറ്റീവ് സ്റ്റേറ്റ്മെന്റ് അവർ ടെസ്റ്റ് ചെയ്യാണ് അല്ലെ. അതായത് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റുകൾ യൂസ് ചെയ്തിട്ട് എന്താണ് അവർ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നീട് എന്താണ് നമ്മുടെ ആ ഒരു ചുറ്റുപാടിലേക്ക് ഈ ആപ്ലിക്കേഷൻസിൽ എന്താണ് അവർ അപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്താണ് ഒരു ഗോൾസ് ഓഫ് റിസർച്ചിൽ മെയിൻ ആയിട്ട് പറയാനുള്ളത്. അങ്ങനെ നമ്മൾ ആ ഒരു ഗോൾസ് ഓഫ് റിസർച്ച് നമ്മൾ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞു. അടുത്തതായിട്ട് എന്താണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിസർച്ച് മെത്തേഡ്സ്, അല്ലെങ്കിൽ എന്താണ് ഡിസ്റ്റിങ്റ്റീവ് റിസർച്ച് മെത്തേഡ്സിനെ കുറിച്ചിട്ടാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ അതിൽ ഏതൊക്കെയാണ് വരുന്നത് മെയിൻ ആയിട്ട് ലബോറട്ടറി ഓർ അതർ കൺട്രോൾഡ് എക്സ്പെരിമെന്റ്സ്, രണ്ടാമത്തെ എന്താണ് സൈക്കോബയോളജിക്കൽ റിസർച്ച്, ഫോർത്ത് സെൽഫ് റിപ്പോർട്ട്സ്, കേസ് സ്റ്റഡീസ് ആൻഡ് നാച്ചുറലിസ്റ്റിക് ഒബ്സർവേഷൻ, ഫോർത്ത് വൺ എന്താണ് കമ്പ്യൂട്ടർ സിമുലേഷൻസ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഇത്രയും കാര്യങ്ങളാണ് എന്ത് റിസർച്ച് മെത്തേഡ്സ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോ നമുക്ക് ഓരോന്ന് എന്താണ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അല്ലെ. സോ നമുക്ക് റിസർച്ച് മെത്തേഡുകൾ ഓരോന്നായിട്ട് നോക്കാം അല്ലെ. അതായത് ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താണ് ലബോറട്ടറി ഓർ കൺട്രോൾഡ് എക്സ്പെരിമെന്റ്സ് അല്ലെ. അതിനെ നമുക്ക് മറ്റൊരു തരത്തിൽ പറയാം, എങ്ങനെ പറയാം, എക്സ്പെരിമെന്റ്സ് ഓൺ ഹ്യൂമൻ ബിഹേവിയർ, അതായത് ഹ്യൂമൻ ബിഹേവിയറിലുള്ള എക്സ്പെരിമെന്റ്സ് ആണ് അല്ലെ. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് ഒരു എക്സ്പെരിമെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു വേർഡ് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും എന്താണ് ലബോറട്ടറി സെറ്റിംഗ്സിൽ നടക്കുന്ന കാര്യമാണ് അല്ലെ. അപ്പൊ അവിടെ ആ ഒരു റിസർച്ച് അല്ലെങ്കിൽ ആ ഒരു എക്സ്പെരിമെന്റ് എന്താണ് ലബോറട്ടറി സെറ്റിംഗ്സിൽ സെർട്ടൻ കണ്ടീഷൻസ് ഫോളോ ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു കൺട്രോൾഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസിലാണ് അദ്ദേഹം ഈ ഒരു എക്സ്പെരിമെന്റ്സ് കണ്ടക്ട് ചെയ്യുന്നത്. അതായത് നമ്മുടെ ആ ഒരു എന്താണ് ബിഹേവിയേഴ്സിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ. അപ്പൊ അതിൽ എന്താണ് അദ്ദേഹം എന്താണ് ഒരു റിസർച്ച് വർക്ക് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ആ ഒരു ടോപ്പിക്കിനോട് എന്താണ് യോജിച്ചിട്ടുള്ള അല്ലെങ്കിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള എന്താണ് ആ ഒരു പോപ്പുലേഷനെ അദ്ദേഹം സെലക്ട് ചെയ്യുകയും എന്നിട്ട് എന്താണ് ആ ഒരു പോപ്പുലേഷനെ റെപ്രസെന്റ് ചെയ്യുന്ന ആ ഒരു സാമ്പിളിനെ ഈ ഒരു ലബോറട്ടറി സെറ്റിംഗ്സിൽ എന്താണ് അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെ.
എന്നിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്താണ് അവിടെ അദ്ദേഹം മെയിൻ ആയിട്ട്, അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു റിസർച്ച് വർക്ക് ചെയ്യുന്ന സമയത്ത് മെയിൻ ആയിട്ട് 2 വേരിയബിൾസ് ആണ് ഉണ്ടാവേണ്ടത് അല്ലെ, 2 അതിൽ കൂടുതലോ വേരിയബിൾസ് ആണ് നമുക്കൊരു റിസർച്ച് വർക്ക് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവേണ്ടത്. സോ അത് ഫസ്റ്റ് വൺ എന്താണ് ഇൻഡിപെൻഡന്റ് വേരിയബിളും രണ്ടാമത്തെ ഡിപെൻഡന്റ് വേരിയബിൾ ആണ് അല്ലെ. അപ്പോൾ രണ്ടാമത്തെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയുമ്പോൾ എന്താണ് നമുക്ക് ആ ഒരു റിസർച്ചർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന, മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വേരിയബിൾ ആണ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്നത്. അതുപോലെ ഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയുമ്പോൾ ഈ ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിളിനെ ഡിപെൻഡ് ചെയ്ത് നിൽക്കുന്ന, അതായത് എന്തൊക്കെ മാറ്റങ്ങളാണോ ഈ ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിളിൽ ആ ഒരു എക്സ്പെരിമെന്റ് ചെയ്യുന്നത് അതിനനുസരിച്ച് എന്താണ് ഈ ഒരു ഡിപെൻഡന്റ് വേരിയബിളിൽ മാറ്റങ്ങൾ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അദ്ദേഹം ഈ 2 ബേസിക് ആയിട്ട് 2 എന്താണ് വേരിയബിൾസിനെ അദ്ദേഹം സെലക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇറലവന്റ് ആയിട്ടുള്ള വേരിയബിൾസ് നമുക്ക് അവിടെ കാണാം. അതിനെയാണ് നമ്മൾ എന്ത് കൺട്രോൾ വേരിയബിൾസ് എന്ന് വിളിക്കുന്നത്. സോ അദ്ദേഹം എന്താണ് ഇത്തരത്തില് ഒരു, അതായത് ഏത് ക്യാരക്ടറിനെ അല്ലെങ്കിൽ ഒരു ബിഹേവിയറിനെ കുറിച്ചിട്ടാണോ അദ്ദേഹം ആ ഒരു സ്റ്റഡി കണ്ടക്ട് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടുള്ള ഒരു പോപ്പുലേഷൻ അദ്ദേഹം സെലക്ട് ചെയ്യുകയും എന്നിട്ട് എന്താണ് അദ്ദേഹത്തിന്റെ ആ ഒരു വർക്ക്, അതായത് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇൻഫറൻസുകൾ എന്താണ് ആ ഒരു സ്റ്റഡി ഒബ്സർവ് ചെയ്തിട്ട്, അതായത് ലബോറട്ടറി സെറ്റിംഗ്സിൽ എന്താണ് സെറ്റ് ചെയ്തിട്ട് അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ എന്താണ് അദ്ദേഹം അത് ഒബ്സർവ് ചെയ്തിട്ട് എഴുതാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ എന്താണ് സൈക്കോ ബയോളജിക്കൽ റിസർച്ച്. സൈക്കോ ബയോളജിക്കൽ എന്ന് പറയുമ്പോൾ തന്നെ 2 വേർഡ് അവിടെ ഉണ്ട് അല്ലെ, 2 ടേം, സൈക്കോ എന്നും ബയോ എന്നും. അപ്പൊ എന്താണ് സൈക്കോളജിയും ബയോളജിയും റിലേറ്റഡ് ആയിട്ടുള്ള ഒരു റിസർച്ച് മെത്തേഡ് ആണിത്. ഓക്കെ, അപ്പോ നമുക്കറിയാം കോഗ്നിറ്റീവ് പെർഫോമൻസിന്റെയും അതുപോലെ തന്നെ സെറിബ്രൽ ഇവന്റ്സ്, സിറ്റുവേഷൻസ്, ഇതിന്റെ എന്താണ് ഒരു റിലേഷൻ നോക്കുക എന്നുള്ളതാണ്. അതായത് ഈ ഒരു സൈക്കോ ബയോളജിക്കൽ റിസർച്ച് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കോഗ്നിറ്റീവ് ഒരു പെർഫോമൻസ് ഉണ്ടാവില്ലേ, നമുക്ക് ഓരോ ഇൻഡിവിജ്വൽസും നമ്മുടെ കോഗ്നിറ്റീവ് പെർഫോമൻസ് ഉണ്ടാവും, അതുപോലെ തന്നെ സെറിബ്രൽ ഇവന്റ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ എന്താണ് സിറ്റുവേഷൻസ് ഉണ്ടാവും അല്ലെ, അത് റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവും. അപ്പൊ അതിന്റെയൊക്കെ എന്താണ് ആ ഒരു റിലേഷൻഷിപ്പ് നോക്കുക എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ, ഈ ഒരു സൈക്കോ ബയോളജിക്കൽ റിസർച്ച് മെത്തേഡിന്റെ മെയിൻ ആയിട്ടുള്ള എന്താണ് ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. സോ ഇവര് പലതരത്തിലുള്ള ടെക്നിക്സുകൾ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു സൈക്കോ ബയോളജിക്കൽ റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത്. മെയിൻ ആയിട്ട് 3 കാറ്റഗറിയിലാണ് അവർ വരുന്നത് ഈ ഒരു ടെക്നിക്സ്. അതൊക്കെയാണ്. ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് എന്താണ് ഒരു ഇൻഡിവിജ്വലിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, അതായത് അദ്ദേഹം എന്താണ് മരിച്ചു കഴിഞ്ഞതിന് ശേഷമുള്ള എന്താണ് ആ ഒരു കോഗ്നിറ്റീവ്, അതായത് അവരുടെ മുന്നേ ആ ഒരു മരിക്കുന്നതിന് മുന്നേ ഉള്ള ആ ഒരു കോഗ്നിറ്റീവ് ഫംഗ്ഷൻ നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എടുക്കുന്നത് അല്ലെ. ആ ഒരു പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന സമയത്ത് എന്താണ് നമുക്ക് കിട്ടുന്നത്, ആ ഒരു ഇൻഡിവിജ്വൽ മരിക്കുന്ന തൊട്ട് മുന്നേ ഉള്ള അവരുടെ കോഗ്നിറ്റീവ് ഫംഗ്ഷൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, എന്നിട്ട് എന്താണ് ആ ഒരു ബിഹേവിയർ അല്ലെങ്കിൽ ആ ഒരു കോഗ്നിറ്റീവ് പെർഫോമൻസിനെ അല്ലെങ്കിൽ ആ ഒരു കോഗ്നിറ്റീവ് ഫംഗ്ഷനെ ഒബ്സർവ് ചെയ്യാണ് ഈ ഒരു മെത്തേഡിൽ ചെയ്യുന്നത്. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് എന്താണ്, അതായത് എന്തെങ്കിലും ഒരു കോഗ്നിറ്റീവ് ആയിട്ടുള്ള ഡെഫിസിറ്റ് ഉള്ള അല്ലെങ്കിൽ ഡെഫിഷ്യൻസി ഉള്ള ആളുകളുടെ എന്താണ് ആ ഒരു ബ്രെയിനിന്റെ അല്ലെങ്കിൽ ആ ഒരു ബ്രെയിൻ ആക്ടിവിറ്റീന്റെ സ്ട്രക്ചർ മനസ്സിലാക്കുക, അല്ലെങ്കിൽ അതിനെ മനസ്സിലാക്കുന്ന തരത്തിലുള്ള ഇമേജസ് എടുക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഒരു കാറ്റഗറി എന്ന് പറയുന്നത്. ദെൻ മൂന്നാമത്തെ ടെക്നിക്ക് എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ഒരു നോർമൽ ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ ഒരു ഇൻഡിവിജ്വലിന്റെ എന്താണ് നോർമൽ പെർഫോമൻസ് അല്ലെങ്കിൽ അവരുടെ കോഗ്നിറ്റീവ് ആക്ടിവിറ്റീന്റെ എന്താണ് ആ ഒരു പിക്ചർ എടുക്കുക അല്ലെങ്കിൽ എന്താണ് ആ ഒരു ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതെങ്ങനെയാണ് അവർ കളക്ട് ചെയ്യുന്നത്, ഈ ഒരു ഇൻഫർമേഷൻ എങ്ങനെയാണ് അവർ കളക്ട് ചെയ്യുന്നത്, അതായത് യൂസിങ് ബ്രെയിൻ ഇമേജിംഗ് ടെക്നിക്സ്, അതായത് ആ ഒരു ബ്രെയിനിന്റെ ഇമേജസ് എടുത്തിട്ടാണ് ഇത്തരത്തിലുള്ള അവരുടെ ആ ഒരു കോഗ്നിറ്റീവ് എന്താണ് ആക്ടിവിറ്റി ഒക്കെ അവർ മനസ്സിലാക്കുന്നത്. അതായത് നോർമൽ ആയിട്ടുള്ള ഒരാളുടെ കേട്ടോ ആ ഒരു ഡിഫറൻസ് നിങ്ങൾ എന്തായാലും ഓർത്ത് വെക്കണം. അടുത്തതായിട്ട് സെൽഫ് റിപ്പോർട്ട്സ്, കേസ് സ്റ്റഡീസ് ആൻഡ് നാച്ചുറലിസ്റ്റിക് ഒബ്സർവേഷൻ. കേസ് സ്റ്റഡീസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ് ആ ഒരു ആളിന്റെ എന്താണ് ഫുൾ ഡീറ്റെയിൽസ് അല്ലെ, അതായത് എന്തെങ്കിലും എന്താണ് ഒരു കോഗ്നിറ്റീവ് ആക്ടിവിറ്റി ഉള്ള അല്ലെങ്കിൽ ആ ഒരു പെർഫോമൻസിന് നമ്മൾ അവർ ചൂസ് ചെയ്തിട്ടുള്ള ആളുടെ എന്താണ് കംപ്ലീറ്റ് ആയിട്ടുള്ള എന്താണ് അവർക്ക് എങ്ങനെയാണ് അവരുടെ എന്താണ് ഒരു ഡെപ്ത് ആയിട്ടുള്ള ആ ഒരു എന്താണ് നോളജ് അല്ലെങ്കിൽ ആ ഒരു ഡെപ്ത് സ്റ്റഡിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, കേസ് സ്റ്റഡി എന്ന് വിളിക്കുന്നത്. ദെൻ സെൽഫ് റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഒരു ഇൻഡിവിജ്വലിന്റെ എന്താണ് കോഗ്നിറ്റീവ് പ്രോസസ്സുകളെ എന്താണ് കംപ്ലീറ്റ് അതിന്റെ ആ ഒരു അക്കൗണ്ടിനെയാണ് നമ്മൾ സെൽഫ് റിപ്പോർട്ട്, അതായത് ഒരു ഇൻഡിവിജ്വലിന്റെ എന്താണ് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു കോഗ്നിറ്റീവ് ആക്ടിവിറ്റിന്റെ ഒരു എന്താണ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ അതിനെ കുറിച്ചുള്ള ഒരു കോഗ്നിറ്റീവ് പ്രോസസ്സുകളെ കുറിച്ചിട്ടുള്ള എന്താണ് ഒരു അക്കൗണ്ട് എടുക്കുന്നതിനെയാണ് നമ്മൾ സെൽഫ് റിപ്പോർട്ട് എന്ന് വിളിക്കുന്നത്. ദെൻ നാച്ചുറലിസ്റ്റിക് ഒബ്സർവേഷൻ എന്ന് പറയുമ്പോൾ എന്താണ് നമുക്ക് എവറിഡേ സിറ്റുവേഷൻ, അതായത് നമ്മുടെ ഡേ ഇൻ മൈ ലൈഫിൽ എന്താണ് ആ ഒരു ധാരാളം എന്താണ് സിറ്റുവേഷൻസ് നമുക്ക് കടന്നു പോകുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ ഒരു ഇപ്പൊ എന്റെ തന്നെ വിചാരിക്കുക എടുക്കുന്നത് എന്റെ ഒരു സിറ്റുവേഷൻ ആണ് എടുക്കുന്നത് വിചാരിക്കുക. അപ്പൊ നമുക്ക് എന്താണ് ധാരാളം കോഗ്നിറ്റീവ് ആയിട്ടുള്ള പെർഫോമൻസ് നമ്മൾ ചെയ്തു പോകുന്നുണ്ട് അല്ലെ. അപ്പൊ അതിനെ കുറിച്ചുള്ള ഡയറക്റ്റ് ആയിട്ട് ആരാണോ ആ ഒരു എക്സ്പെരിമെന്റ് ചെയ്യുന്നത് അവരെന്താണ് എന്നെ ഒബ്സർവ് ചെയ്തിട്ട് എന്താണ് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ നോട്ട് ചെയ്യാണ്, ഇത്രയും കാര്യങ്ങൾ ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കുന്നതിനെയാണ് എന്ത് നാച്ചുറലിസ്റ്റിക് ഒബ്സർവേഷൻ. അതായത് ഒരു സെറ്റിംഗ്സും ഇല്ലാതെ നാച്ചുറൽ ആയിട്ട് നടക്കുന്ന കാര്യങ്ങൾ എന്താണ് നമ്മൾ ഒരു എക്സ്പെരിമെന്റിൽ ഒബ്സർവ് ചെയ്യുക. അവിടെ എന്താണ് ഒരു കൺട്രോളോ ഒന്നുമില്ല, എന്താണ് നോർമൽ ആയിട്ട് നടന്നു പോകുന്ന കാര്യങ്ങൾ എന്താണ് നമ്മൾ ഒബ്സർവ് ചെയ്തിട്ട് എടുക്കുക എന്നുള്ളതാണ് നാച്ചുറലിസ്റ്റിക് ഒബ്സർവേഷൻ. അതിന്റെ പേര് നേച്ചർ എന്നുള്ള, അതായത് നമ്മൾ നാച്ചുറൽ ആയിട്ട് നടന്നു പോകുന്ന കാര്യങ്ങൾ എന്താണ് നമ്മൾ നോട്ട് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ മീനിങ്. ഓക്കെ, ദെൻ കമ്പ്യൂട്ടർ സിമുലേഷൻസ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അതായത് നമ്മളിപ്പോൾ എന്താണ് ഡിജിറ്റൽ വേൾഡിലാണ് അല്ലേ നമ്മൾ ജീവിക്കുന്നത്. സോ ഡിജിറ്റൽ കമ്പ്യൂട്ടേഴ്സ് എന്താണ്
ഈ ഒരു കോഗ്നിറ്റീവ് സൈക്കോളജിയിലെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കോഗ്നിറ്റീവ് സൈക്കോളജിന്റെ എമർജൻസിന് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോളാണ് ഈ ഒരു ഡിജിറ്റൽ കമ്പ്യൂട്ടേഴ്സ് വഹിച്ചിട്ടുള്ളത്. നമുക്ക് എങ്ങനെ പറയാം, അതായത് ഹ്യൂമൻ ബീയിങ്സിന്റെ കോഗ്നിഷന്റെ അതേ മോഡലുള്ള എന്താണ്, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണോ നമ്മുടെ ആ ഒരു കോഗ്നിറ്റീവ് പ്രോസസ്സ് നമ്മൾ നടക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണോ ഇൻഫർമേഷൻ പ്രോസസ്സ് നടക്കുന്നത്, അതുപോലെ എന്താണ് കമ്പ്യൂട്ടറിന് ഉണ്ടാക്കിയിട്ട് എടുത്തിട്ടുള്ളതാണ് അല്ലെ. എങ്ങനെയാണോ കമ്പ്യൂട്ടേഴ്സ് അവരിൽ ആ ഒരു ഇൻഫർമേഷൻ പ്രോസസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ആണ് എന്ത് നമുക്ക് ആ ഒരു, അതായത് ഒരു മോഡൽ എടുക്കാണ് ഹ്യൂമൻ ബീയിങ്സിന്റെ, അതുപോലെ തന്നെ എന്താണ് ആ ഒരു കമ്പ്യൂട്ടർ മോഡലും ഉണ്ടാക്കിയെടുക്കാണ്, എങ്ങനെയാണ് അവർ അതിൽ ഇൻഫർമേഷൻ പ്രോസസ് ചെയ്യുന്നത് എന്ന് പറയുന്ന തരത്തിൽ. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സിമുലേഷൻസ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. അപ്പൊ കമ്പ്യൂട്ടർ സിമുലേഷൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, കമ്പ്യൂട്ടർ പ്രോഗ്രാംസ് യൂസ് ചെയ്തിട്ട് എന്താണ്, അതായത് ഒരു ഹ്യൂമൻ ഫംഗ്ഷനെ അല്ലെങ്കിൽ ഹ്യൂമൻ ബീങ്സിന്റെ പ്രോസസ്സിനെ എന്താണ് അവർ ചെയ്യുന്നത്, അവർ ഫംഗ്ഷനൊക്കെ അതിനെ ഇമിറ്റേറ്റ് ചെയ്യാണ് ഈ ഒരു കമ്പ്യൂട്ടർ സിമുലേഷൻ. സിമുലേഷൻ എന്നുള്ള മീനിങ് എന്താണ്, ഇമിറ്റേഷൻ എന്നാണ് അല്ലെ. അപ്പോൾ കമ്പ്യൂട്ടറിന്റെ സഹായത്തോട് കൂടി എന്താണ് ഒരു ഹ്യൂമൻ ബീങ്സിൽ എന്തൊക്കെ പ്രോസസ്സുകളാണോ നടക്കുന്നത് അതിനെന്താണ് അവർ ഇമിറ്റേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ചില റിസർച്ചുകൾ എന്താണ് അവര് കമ്പ്യൂട്ടർ മോഡൽസ്, അതായത് ഹ്യൂമൻ ബീങ്സിന്റെ കമ്പ്യൂട്ടർ മോഡൽസിന് എന്താണ് ആ ഒരു ഹ്യൂമൻ മൈൻഡിനെ ആർക്കിടെക്ചർ ചെയ്തെടുക്കുകയാണ് അല്ലെ ആ ഒരു കമ്പ്യൂട്ടർ മോഡൽ. അതാണ് എന്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നുള്ളത് യൂസ് ചെയ്ത്. അതായത് നമുക്ക് പലതരത്തിലുള്ള എന്താണ് ഈ രണ്ട് അപ്രോച്ചുകളും, അതായത് നമ്മളിപ്പോൾ AI കാലഘട്ടത്തിനെ കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ കേൾക്കാറുണ്ടല്ലേ. അതായത് കമ്പ്യൂട്ടറിന് എല്ലാ കാര്യങ്ങളും, ഒരു മനുഷ്യൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും എന്താണ് കമ്പ്യൂട്ടറുകളും ചെയ്യുന്ന ആ ഒരു കാലഘട്ടത്തിലാണ്. അപ്പൊ നമുക്ക് ഈ കോഗ്നിഷനെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് എന്താണ് നമുക്ക് കമ്പ്യൂട്ടർ യൂസ് ചെയ്തിട്ട് നമ്മൾ അതിനെ കുറിച്ച് കൂടുതലായിട്ട് ഈ ഒരു ഹ്യൂമൻ ബീയിങ്സിന്റെ കോഗ്നിഷനെ കുറിച്ച് നമ്മൾ എന്താണ് കൂടുതലായിട്ട് പഠിക്കാണ് ചെയ്യുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് റിസർച്ച് മെത്തേഡ്സ് ഓഫ് കോഗ്നിറ്റീവ് സൈക്കോളജിയിൽ നമുക്ക് പഠിക്കാനുള്ളത്. പിന്നീട് ഈ ഒരു കോഗ്നിറ്റീവ് സൈക്കോളജിസ്റ്റുകൾ അവരെന്താണ് അവർക്ക് കൂടുതലായിട്ട് കോഗ്നിഷനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവരെന്താണ് കോഗ്നിറ്റീവ് സയൻസിൽ അവർ റിസർച്ചുകൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് എന്താണ് പല ഫീൽഡുകൾ അല്ലെങ്കിൽ എന്താണ് പല ഡിസിപ്ലിൻസിൽ അവരെന്താ അല്ലെങ്കിൽ പല സബ്ജക്റ്റുകളിൽ അവരെന്താണ് പലതരത്തിലുള്ള റിസർച്ചസ് നടത്തിയിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് അവരെന്താണ് സൈക്കോ ബയോളജി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അതുപോലെ തന്നെ ഫിലോസഫി, ലിംഗ്വിസ്റ്റിക്, ആന്ത്രപ്പോളജി, ഇത്ര എല്ലാ ഡിസിപ്ലിൻസും എന്താണ് അവർ പോയിന്റ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ പലതരത്തിലുള്ള ഐഡിയാസ് അവർ കളക്ട് ചെയ്തിട്ടാണ് ഈ ഒരു എന്താണ് കോഗ്നിറ്റീവ് സൈക്കോളജീനെ എന്താണ് ഒരു കോഗ്നിറ്റീവ് സയൻസ് എന്നുള്ള തരത്തിലേക്ക് അവർ മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് കൂടുതലായിട്ട് നമ്മൾ എങ്ങനെയാണ് ഹ്യൂമൻ ബീയിങ്സ് ഒരു നോളജിനെ അക്വയർ ചെയ്യുന്നത്, അതുപോലെ തന്നെ അതിനെ എങ്ങനെയാണ് ആ ഒരു നമ്മൾ അക്വയർഡ് ആയിട്ടുള്ള നോളജിനെ നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചിട്ടൊക്കെ എന്താണ് അവർ കൂടുതലായിട്ട് പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് അവരെന്താണ് ഈ ഒരു സൈക്കോളജിസ്റ്റുകളായിട്ട് എന്താണ് അവർ കൂടുതലായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സോഷ്യൽ സൈക്കോളജിസ്റ്റുകളായിട്ട് അവർ എന്താണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് സോഷ്യൽ കോഗ്നിഷൻ ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ മോട്ടിവേഷൻ, ഇമോഷൻ, അതുപോലെ തന്നെ പലതരത്തിലുള്ള എഞ്ചിനീയറിംഗ് സൈക്കോളജിസ്റ്റുകളായിട്ട്, അതായത് ഈ ഒരു ഹ്യൂമൻ ബീയിങ്സും അതുപോലെ തന്നെ മെഷീൻസിന്റെയും ആ ഒരു ഇന്ററാക്ഷൻ എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് പഠിപ്പിക്കുന്ന ഒരു ബ്രാഞ്ചാണ് എന്ത് എഞ്ചിനീയറിംഗ് സൈക്കോളജി എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള എല്ലാ ഫീൽഡുകളായിട്ട് എന്താണ് അവരൊരു ഇന്ററാക്ഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ അതിൽ പറയുന്ന ഐഡിയാസിനെ അവർ കളക്ട് ചെയ്തിട്ടെന്നാണ് ഇതിനെ എലാബറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡൊമൈൻസ് ഓഫ് കോഗ്നിറ്റീവ് സൈക്കോളജി. കോഗ്നിറ്റീവ് സൈക്കോളജിന്റെ ഡൊമൈൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ നമുക്ക് 12 ഡൊമൈൻസ് ആണ് മെയിൻ ആയിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് വൺ വരുന്നത് എന്താണ് കോഗ്നിറ്റീവ് ന്യൂറോ സയൻസ്. സോ ഫസ്റ്റ് ഡൊമൈൻസ് ഓഫ് കോഗ്നിറ്റീവ് സൈക്കോളജി എന്ന് പറയുന്നത് എന്താണ് കോഗ്നിറ്റീവ് ന്യൂറോ സയൻസ് ആണ് അല്ലെ. കോഗ്നിറ്റീവ് ന്യൂറോ സയൻസ് പറയുമ്പോൾ നമുക്കറിയാം ഒരു പാസ്റ്റില്, അതായത് കുറച്ച് ഇയർ ആയിട്ട് എന്താണ് കോഗ്നിറ്റീവ് സൈക്കോളജിസ്റ്റുകളും അതുപോലെ തന്നെ കോഗ്നിറ്റീവ് ന്യൂറോ സയന്റിസ്റ്റുകളും അവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അവർ ക്ലോസ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. അതായത് ഈ ഒരു കോഗ്നിറ്റീവ് ന്യൂറോ സയൻസിൽ കൂടുതലായിട്ട് ഇൻഫർമേഷൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു മെന്റൽ ക്യാരക്ടറിനെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് പഠിക്കാം. അപ്പോൾ കോഗ്നിറ്റീവ് സൈക്കോളജിസ്റ്റുകൾ എന്താണ്, അതായത് ഒരു ന്യൂറൽ എക്സ്പ്ലനേഷൻ അല്ലെ. നമുക്കറിയാം നമ്മുടെ ന്യൂറോൺസ് ആണ് അല്ലെങ്കിൽ ന്യൂറോളജി ആണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് നമുക്ക് കൂടുതലായിട്ട് നെർവസ് സിസ്റ്റത്തിനെ കുറിച്ചിട്ടും അല്ലെങ്കിൽ നമ്മുടെ ന്യൂറോൺസിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത് അല്ലെ. അപ്പൊ നമ്മുടെ ഈ ഒരു ന്യൂറോ സയൻസിനായിട്ട് റിലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരോട് ന്യൂറോ സയന്റിസ്റ്റുകളായിട്ട് നമ്മൾ എന്താണ് കൂടുതലായിട്ട് അവരോട് സംസാരിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്താണ് അവരോട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ബയോളജിക്കലി എങ്ങനെയാണ് നമ്മുടെ ആ ഒരു ബിഹേവിയറിന് അല്ലെങ്കിൽ ഒരു മെന്റൽ ക്യാരക്ടറിന് എന്തൊക്കെയാണ് അതിന്റെ ബേസിസ് അല്ലെങ്കിൽ അതിന്റെ എക്സ്പ്ലനേഷൻസ് എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ രണ്ട് കൂട്ടരും, അതായത് ന്യൂറോ സയന്റിസ്റ്റുകളും അതുപോലെ തന്നെ എന്താണ് കോഗ്നിറ്റീവ് സൈക്കോളജിസ്റ്റുകളും ഇവരെന്താണ് കൊളാബറേറ്റ് ചെയ്തിട്ടാണ് അല്ലെ. അങ്ങനെ എന്തൊക്കെ ഒബ്സർവേഷൻസ് ആണ് ഈ ഒരു ന്യൂറോ സയന്റിസ്റ്റുകൾ കണ്ടെത്തിയിട്ടുള്ളത്, അതെന്താണ് ഇവരായിട്ട് ഷെയർ ചെയ്തിട്ട് ഈ ഒരു കൂടുതലായിട്ട് ഈ ഒരു കോഗ്നിറ്റീവ്
സൈക്കോളജിനെ കുറിച്ച് ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനാണ് അവർ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് നമുക്ക് ഒരു സെൻസേഷൻ എങ്ങനെയാണ് നമുക്ക് മെമ്മറി പ്രോസസ്സിംഗ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ അതിന് എന്തൊക്കെ ഇലക്ട്രോ കെമിക്കൽ പ്രോസസ്സുകളാണ് അവിടെ നടക്കുന്നത് എന്നതിനെ കുറിച്ചിട്ടൊക്കെ എന്താണ്, അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിനിലും നെർവസ് സിസ്റ്റത്തിലും എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത്, ഇതൊക്കെ എന്താണ് ന്യൂറോ സയന്റിസ്റ്റുകളാണ് ഈ ഒരു കോഗ്നിറ്റീവ് സൈക്കോളജിസ്റ്റുകൾക്ക്, അതായത് ഇവർ രണ്ടും ഷെയർ ചെയ്ത് കൊടുക്കുന്നത് അല്ലെ. അതായത് ന്യൂറോ സയന്റിസ്റ്റുകൾക്ക് എന്താണ് നമ്മുടെ ബ്രെയിൻ ഫംഗ്ഷനിങ്, അതുപോലെ തന്നെ നെർവസ് സിസ്റ്റത്തിന്റെ ഫംഗ്ഷനിങ്, അതുപോലെ തന്നെ എന്തൊക്കെയാ ബയോ ഇലക്ട്രോ കെമിക്കൽ പ്രോസസ്സുകളാണ് ഇവിടെ നടക്കുന്നത്, ഇതിനെ കുറിച്ചൊക്കെ ഉള്ള ഡീറ്റെയിൽസ് കൊടുക്കാൻ കഴിയുന്നത് ന്യൂറോ സയന്റിസ്റ്റുകൾക്കാണ്. പിന്നീട് നമ്മുടെ ആ ഒരു കോഗ്നിറ്റീവ് പ്രോസസ്സുകൾ അല്ലെങ്കിൽ നമ്മുടെ ഒരു മെന്റൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ എന്താണ് മെന്റൽ ആയിട്ടുള്ള പ്രോസസ്സുകളെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നത് ആർക്കാണ്? കോഗ്നിറ്റീവ് സൈക്കോളജിസ്റ്റുകൾക്കാണ് അല്ലെ. അപ്പൊ ഇവർ രണ്ടുപേരും കൂടി ചേർന്നാൽ എന്താണ് നമുക്ക് ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് കോഗ്നിറ്റീവ് സൈക്കോളജി എന്താണ് നമുക്ക് അറിയാൻ സാധിക്കും. ഓക്കെ, സോ രണ്ടാമത്തെ എന്താണ്? പെർസെപ്ഷൻ ആണ് അല്ലെ. പെർസെപ്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് ധാരാളം സെൻസറി സ്റ്റിമുലസ് നമുക്ക് ചുറ്റുമുണ്ട് അല്ലെ, അല്ലെങ്കിൽ നമുക്ക് സെൻസറി സ്റ്റിമുലൈ എന്നാണ് എന്ത് പ്ലൂറൽ ആയിട്ട് നമ്മൾ പറയാം കേട്ടോ. അപ്പൊ ഈ സെൻസറി സ്റ്റിമുലൈകളൊക്കെ നമുക്ക് എങ്ങനെയൊക്കെ വരാം? വിഷ്വൽ വരാം, പിന്നെന്താണ് ഓൾഫാക്ടറി വരാം, ഓഡിറ്ററി വരാം. അങ്ങനെ നമുക്ക് 5 മെയിൻ ആയിട്ട് എന്താണ് 5 സെൻസറി ഓർഗൻസ് ആണ് അല്ലെ. അപ്പൊ ഈ 5 സെൻസറി ഓർഗൻസ് നമുക്ക് 5 എന്താണ് സെൻസറി സ്റ്റിമുലൈകളും നമുക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് നമ്മൾ അതിനെ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെയാണ് ഡിറ്റക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നത്? ഓക്കെ, ഈ സെൻസറി എന്താണ് സ്റ്റിമുലൈകളെ. സോ നമുക്ക് ഈ ഒരു പെർസെപ്ഷൻ എന്നുള്ള ബ്രാഞ്ച് എന്താണ്, നമുക്ക് എങ്ങനെയാണ് നമുക്ക് ഓരോ കാര്യങ്ങളും, പെർസെപ്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ് ഗ്രഹിക്കുക എന്നുള്ളതാണ് അല്ലെ. ഗ്രഹിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ചുറ്റുപാടിനെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എന്നതാണ്. അപ്പോ ഇതിനെ കുറിച്ചിട്ട് എന്താണ് കൂടുതലായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്താണ് ഒരു ഹ്യൂമൻ ബീയിങ്സിന്റെ സെൻസിറ്റിവിറ്റിനെ കുറിച്ചൊക്കെ എന്താണ് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉള്ള എന്താണ് ഒരു ഡൊമൈൻ ആണ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിലെന്തൊക്കെയാണ് വരുന്നത്? ഈ ഒരു പെർസെപ്ഷനിൽ വരുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് ഒരു പെർഫോമൻസ്, നമ്മുടെ ഒരു കോഗ്നിറ്റീവ് പെർഫോമൻസിൽ വരുന്ന കാര്യങ്ങളാണെന്ത്? പാറ്റേൺ റെക്കഗ്നിഷൻ, അറ്റൻഷൻ, കോൺഷ്യസ്നെസ്, മെമ്മറി, ഇതൊക്കെ എന്താണ് നമ്മുടെ ആ ഒരു പെർസെപ്ഷൻ എന്താണ്. ഓക്കെ, അതായത് പെർസെപ്ഷൻ മാത്രമല്ല എന്താണ് നമുക്ക് ഈ ഒരു എന്താണ് പെർഫോമൻസിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് എന്താണ് നമുക്ക് പറഞ്ഞു തരുന്നത് അല്ലെ. അപ്പോ പെർസെപ്ഷൻ മാത്രമല്ല എന്ത് നമുക്ക് ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻസിനെ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു പെർഫോമൻസിനെ കുറിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഓക്കെ, അടുത്ത ഒരു മൂന്നാമത്തെ ഒരു ഡൊമൈൻ ആണ് പാറ്റേൺ റെക്കഗ്നിഷൻ എന്ന് പറയുന്നത്. അതായത് നമുക്ക് വരുന്ന എൻവിറോൺമെന്റിൽ നിന്ന് വരുന്ന പലതരത്തിലുള്ള സ്റ്റിമുലൈകൾ നമ്മൾ എന്താണ് സെൻസറി ഇവന്റ്സ്, അതായത് സിംഗിൾ സെൻസറി ഇവന്റ്സ് ആയിട്ടാണ് നമ്മുടെ ആ ഒരു എന്താണ് അടുത്തെത്തുന്നത്, അല്ലെങ്കിൽ നമ്മൾ പെർസീവ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഓരോ പേഴ്സൺ, അതായത് നമുക്ക് സെൻസുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ കാണുന്നത്, നമ്മൾ കേൾക്കുന്നത്, നമ്മൾ എന്താണ് ഫീൽ ചെയ്യുന്നത്, നമ്മൾ ടേസ്റ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ നമ്മൾ സ്മെൽ ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ എന്താണ് നമ്മൾ പാറ്റേൺ ആയിട്ട്, അതായത് ഒരു സിംഗിൾ ഇവന്റ് ആയിട്ടാണ് നമ്മൾ എന്താണ് ഇത് പെർസീവ് ചെയ്യുന്നത്. അങ്ങനെ പെർസീവ് ചെയ്യുന്ന ഒരു മീനിങ് ഫുൾ പാറ്റേൺ ആയിട്ട് എന്താണ് നമ്മൾ അതിനെ സ്റ്റോർ ചെയ്യാൻ ഒരു കോംപ്ലക്സ് എഫേർട്ട് അവിടെ എടുക്കുന്നുണ്ട് അല്ലെ. അതായത് നമ്മുടെ ആ ഒരു ബ്രെയിനിൽ എന്താണ് ഓർഗനൈസ് ചെയ്ത് വെക്കുകയാണ്, അതായത് ഓരോ വേർഡ്സിന്റെ ലെറ്റേഴ്സ് പോലെ അല്ലെ. അപ്പൊ നമ്മളിപ്പോ എങ്ങനെയാണ് ഒരു വേർഡ്സ് നമ്മൾ ഓർത്ത് വെക്കുക? അതിന്റെ ഓരോ ലെറ്ററും നമ്മുടെ ബ്രെയിനിൽ സ്റ്റോർഡ് ആണ് അല്ലെ. അപ്പൊ അങ്ങനെ ഒരു സിംഗിൾ ആയിട്ട് ഇവന്റ് ആയിട്ടാണ് എന്ത് നമ്മുടെ ആ ഒരു ബ്രെയിനിൽ ഓരോ കാര്യങ്ങളും എന്താണ് അവിടെ സ്റ്റോർ ചെയ്തിട്ടുള്ളത്. സോ അതിനെയാണ് എന്ത് ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള നമ്മൾ റെക്കഗ്നൈസ് ചെയ്ത് വെക്കുന്നതിനെയാണ് പാറ്റേൺ റെക്കഗ്നിഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് പിന്നീട് വരുന്ന സമയത്ത്, അതായത് ഇപ്പോ ആ ഒരു സ്മെല്ലോ അല്ലെങ്കിൽ എന്താണ് ആ ഒരു ടേസ്റ്റ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ അതിനെങ്ങനെ ഓർത്തെടുക്കാറുണ്ട് അല്ലെ. അത് ഇന്ന സാധനത്തിൻ്റെതാണ്, അല്ലെങ്കിൽ ഇത് ഇന്ന സാധനമാണ് ഇത് നമ്മൾ എന്താണ് ഓർത്ത് വെക്കാറുണ്ട്. അപ്പൊ എന്താണ് നമുക്ക് ആ ഒരു പാറ്റേണിൽ എന്താണ് നമ്മുടെ ബ്രെയിനിൽ സ്റ്റോർ ചെയ്ത് വെച്ചതുകൊണ്ടാണ് അങ്ങനെ നമുക്ക് ഓർത്തെടുക്കാൻ സാധിക്കുന്നത്. അതായത് മീനിങ് ഫുൾ ആയിട്ടാണ് നമ്മൾ അവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ദെൻ അറ്റൻഷൻ ആണ് അടുത്തത്. അറ്റൻഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവരും നമ്മൾ എന്താണ് ഇൻഫർമേഷൻ, പലതരത്തിലുള്ള ഇൻഫർമേഷൻസ് എന്താണ് ഗ്യാദർ ചെയ്യുന്ന ആളുകളാണ് അല്ലെ, അല്ലെങ്കിൽ നമുക്ക് ക്രിയേറ്റേഴ്സ് എന്ന് പറയാം. സോ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ വരുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത്? ഒരു മിനിറ്റിൽ തന്നെ നമ്മൾ നോക്കാം എത്ര കാര്യങ്ങളാണ് നമ്മളിൽ എന്താണ് കടന്നു പോകുന്നത് അല്ലെ. അപ്പൊ ഈ എല്ലാ കാര്യങ്ങളും നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ നമുക്ക് എന്താണ് അറ്റൻഷൻ കൊടുക്കുന്നതിന് മെയിൻ ആയിട്ട് നമ്മുടെ കപ്പാസിറ്റി, അല്ലെങ്കിൽ ഇൻഫർമേഷൻ പ്രോസസ്സിംഗിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് എന്താണ് 2 ലെവലായിട്ടാണ് ലിമിറ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് വൺ വരുന്നത് പറയുന്നത് എന്താണ് സെൻസറിയും, രണ്ടാമത്തേത് കോഗ്നിറ്റീവ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് പല സമയത്ത് എന്താണ് നമുക്ക് പല ക്ലൂകൾ, സെൻസറി ക്ലൂ എന്നാണ് നമ്മൾ അതിന് പറയാ. പല ക്ലൂകൾ എന്താണ് നമ്മുടെ ആ ഒരു മെമ്മറിയിൽ ഇങ്ങനെ അല്ലെങ്കിൽ അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതായത് നമുക്ക് അതെന്താണ് ഓവർലോഡ് ആവുന്ന സമയത്ത് അതെന്താണ് ബ്രേക്ക് ഡൗൺ, അതായത് ഒരു പെർഫോമൻസ് ആയിട്ട് എന്താണ് അത് ബ്രേക്ക് ഡൗൺ ആവാറുണ്ട്. സോ നമുക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലാണ് നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക അല്ലെ. അപ്പൊ അത്തരം കാര്യങ്ങൾ നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് അറ്റൻഷൻ കൊടുക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് എന്ത് നമ്മുടെ ആ ഒരു മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഓക്കെ, അപ്പൊ അതാണ് എന്ത് നമ്മുടെ ഒരു ഡൊമൈൻ ആയിട്ടുള്ള അറ്റൻഷൻ എന്ന് പറയുന്നത്. അടുത്തൊരു ഡൊമൈൻ ആണ് കോൺഷ്യസ്നെസ്. കോൺഷ്യസ്നെസ് എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ കറന്റ്ലി അവെയർ ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മളുടെ ഒരു കറന്റ് അവെയർനെസ്സിനെയാണ്
എക്സ്റ്റേണൽ ആയിട്ടുള്ള അതുപോലെ തന്നെ ഇന്റേണൽ സർക്കംസ്റ്റൻസസിൽ എന്താണ് നമ്മൾ കറന്റ് അവെയർ ആയിട്ട് ഇരിക്കുന്നതിനാണ് നമ്മൾ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. അതായത് ഈ ഒരു കോൺഷ്യസ്നെസ് എന്നുള്ള ടേമിന് എന്താണ് ബിഹേവിയറിസ്റ്റുകൾ അവർ അൺസയന്റിഫിക് ആയിട്ടുള്ള ഒരു വേർഡ് ആണെന്ന് പറഞ്ഞിട്ട് എന്താണ് റിജക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. ഓക്കെ, അപ്പോൾ കൂടുതലായിട്ടുള്ള ആളുകൾക്ക് എന്താണ് കോൺഷ്യസ് ആയിട്ടുള്ള തോട്ട്സുകൾ ഉണ്ടാവും, അതുപോലെ തന്നെ എന്താണ് അൺകോൺഷ്യസ് ആയിട്ടുള്ള തോട്ട്സുകൾ ഉണ്ടാവും അല്ലെ. അപ്പോൾ ഇത് രണ്ടും എന്താണ് റിയൽ ആയിട്ടുള്ള കാര്യമാണ്. അതായത് നമുക്ക് ഒരു കാര്യം പഠിക്കുന്ന സമയത്ത് എന്താണ് നമുക്കത് വായിക്കും അല്ലെ. നമ്മൾ പഠിക്കുന്ന സമയത്ത് ആ ഒരു കാര്യം സ്വാഭാവികമായിട്ടും നമ്മൾ അതിൽ വായിക്കും. ആ ഒരു വായിക്കുന്ന സമയത്ത് എന്താണ് നമ്മൾ കോൺഷ്യസ് ആണ് അല്ലെ, നമ്മൾ അല്ലെങ്കിൽ എന്താണ് അവെയർ ആണ്, അതിൽ എന്ത് കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് വേണ്ടി മനസ്സിലാക്കാൻ വേണ്ടി എന്താണ് നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു എക്സ്റ്റേണൽ സിഗ്നലിനോട് എന്താണ് നമ്മൾ അവെയർ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ഉള്ളിൽ തന്നെ എന്താണ് ആ ഒരു അവയർനെസ് ഇങ്ങനെ വരുന്നുണ്ട്. അതായത് എന്താണ് ആ ഒരു ഇൻഫർമേഷൻ നമുക്ക് അറിയാൻ വേണ്ടിയിട്ടുള്ള അല്ലെ. അപ്പൊ അങ്ങനെയാണ് നമ്മൾ കോൺഷ്യസ്നെസ് എന്ന് പറയാം. സോ നമുക്ക് ഒരു കോൺഷ്യസ്നെസ് എന്ന് പറയുമ്പോൾ എന്താണ് നമുക്ക് സീരിയസ് ആയിട്ട് കൺസെപ്റ്റ്, അതായത് നമുക്ക് ഉൾക്കൊള്ളേണ്ട അല്ലെങ്കിൽ നമ്മൾക്ക് എന്താണ് ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ മെയിൻ ആയിട്ട് കോഗ്നിറ്റീവ് സൈക്കോളജി ഒക്കെ പഠിക്കുന്ന സമയത്ത്. അടുത്തത് എന്താണ് മെമ്മറി ആണ് അല്ലെ. മെമ്മറി എന്ന് പറയുമ്പോൾ ഈ ഒരു മെമ്മറിയും അതുപോലെ തന്നെ പെർസെപ്ഷനും ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത്. അതായത് നമ്മൾ പെർസീവ് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ് നമുക്ക് മെമ്മറി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ ഫസ്റ്റ് എന്താണ് സെൻസറി മെമ്മറി ആണ് അവിടെ നടക്കുന്നത് അല്ലെ. അതായത് നമ്മൾ കാണുന്ന കാര്യങ്ങൾ. പിന്നീട് എന്താണ് ഇത് ഷോർട്ട് ടൈം മെമ്മറിയിലേക്ക് പോവുകയും പിന്നീട് എന്താണ് ലോങ് ടൈം മെമ്മറിയിലേക്ക് അത് കൺവേർട്ട് ചെയ്താൽ മാത്രമാണ് ഇത് നമുക്ക് ലൈഫ് ലോങ് ആയിട്ട് ആ ഒരു കാര്യത്തെ ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, ചില കാര്യങ്ങൾ എന്താണ് ജസ്റ്റ് ആ ഒരു എന്താണ് ഷോർട്ട് ടൈം മെമ്മറിയിൽ നിന്നിട്ട് പിന്നീട് നമുക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്യാറുള്ളത്. അങ്ങനെ ലോങ് ടൈം മെമ്മറി പോകുന്ന കാര്യങ്ങളാണ് നമുക്ക് പിന്നീട് ഓർത്തെടുക്കാനായിട്ടൊക്കെ സാധിക്കാറുള്ളത്. അടുത്തത് എന്താണ് റെപ്രസെന്റേഷൻ ഓഫ് നോളജ് ആണ്. റെപ്രസെന്റേഷൻ ഓഫ് നോളജ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു ഹ്യൂമൻ കോഗ്നിഷന്റെ ഫണ്ടമെന്റൽ ആണ് അല്ലെ ഈ ഒരു റെപ്രസെന്റേഷൻ ഓഫ് നോളജ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷനെ നമ്മൾ എങ്ങനെയാണ് സിംബലൈസ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ നമുക്ക് അതിനെ വേറുള്ള സാധനങ്ങളായിട്ട് അല്ലെങ്കിൽ വേറുള്ള കാര്യങ്ങളായിട്ട് നമ്മൾ അതിനെ എങ്ങനെയാണ് കമ്പൈൻ ചെയ്തിട്ടുള്ളത് എന്നാണ്. കമ്പൈൻ ചെയ്തിട്ടാണ് എന്ത് നമ്മുടെ ബ്രെയിനിൽ നമ്മൾ അത് സ്റ്റോർ ചെയ്ത് വെക്കുക അല്ലെ. അപ്പൊ അതെന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു പാർട്ടിൽ അതായത് റെപ്രസെന്റേഷൻ ഓഫ് നോളജിൽ എന്താണ് മെയിൻ ആയിട്ട് രണ്ട് ആസ്പെക്റ്റുകളാണ് ഉള്ളത്. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് എന്താണ് കൺസെപ്ച്വൽ റെപ്രസെന്റേഷൻ ഓഫ് നോളജ്. അതായത് നമ്മളൊരു കൺസെപ്റ്റ് ആയിട്ട് എന്താണ് ഒരു നോളജിനെ എന്താണ് റെപ്രസെന്റ് ചെയ്യുക, എന്നിട്ട് എന്താണ് നമ്മുടെ ആ ഒരു ബ്രെയിനിൽ അതിനെ സ്റ്റോർ ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ആ ഒരു ഇൻഫർമേഷൻ എന്താണ് പ്രോസസ് ചെയ്ത് വെക്കുക അല്ലെ. രണ്ടാമത്തത് എന്ന് പറയുന്നത് എന്താണ് ദ വേ ദാറ്റ് അവർ മൈൻഡ് സ്റ്റോർ ദ ഇൻഫർമേഷൻ. അതായത് ഏത് രീതിയിലാണ് നമ്മുടെ ആ ഒരു മൈൻഡ് ആ ഒരു ഇൻഫർമേഷനെ സ്റ്റോർ ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ രണ്ട് ആസ്പെക്റ്റുകളാണ് നമുക്ക് ഈ റെപ്രസെന്റേഷൻ ഓഫ് നോളജിലുള്ളത്. അങ്ങനെ നമുക്ക് വേണ്ട സമയത്ത് ഓർത്തെടുക്കാൻ അല്ലെങ്കിൽ നമുക്ക് അത് പെട്ടെന്ന് തന്നെ മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ എന്താണ് നമുക്കൊരു കോൺസെപ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു കാര്യത്തോട് എന്താണ് അനുബന്ധിച്ചിട്ട് നമ്മൾ ആ ഒരു നോളജിനെ അവിടെ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നമുക്കത് പിന്നീട് അത് ആലോചിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് അതെന്താണ് റിട്രീവലിന് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഇമേജറി ആണ് അല്ലെ. ഇമേജറി എന്ന് പറയുമ്പോൾ എന്താണ് നമുക്ക് ആ ഒരു ഇന്റേണൽ റെപ്രസെന്റേഷൻ ഓഫ് നോളജിനെയാണ് നമ്മൾ ഇമേജറി എന്ന് പറയുന്നത്. നമുക്ക് മെന്റൽ ഇമേജസിനെ നമുക്ക് ചുറ്റുപാടുള്ള നമ്മുടെ എൻവറോൺമെന്റിലുള്ള മെന്റൽ ഇമേജസിനെ എന്താണ് നമ്മളൊരു കോഗ്നിറ്റീവ് മാപ്പ് ആയിട്ട് നമ്മൾ എന്താണ് അതിപ്പോ ചിലപ്പോ സ്ട്രീറ്റ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരു മെന്റലി ഒരു ഇമേജറി ഉണ്ട് അല്ലെ. അതായത് സ്ട്രീറ്റിന്റെ ആ ഒരു രൂപം നമുക്ക് അറിയാം, നമ്മൾ മുന്നേ കണ്ടിട്ടുള്ള ആ ഒരു സ്ട്രീറ്റ് എന്താണ് നമ്മുടെ മെമ്മറിയിലേക്ക് ഇങ്ങനെ അല്ലെങ്കിൽ നമുക്കതിങ്ങനെ നമ്മൾ ഇന്റേണലി നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പല സ്പോട്ട് ലൈറ്റ് ബിൽഡിംഗ് എന്നൊക്കെ പറയുമ്പോൾ ഈ ടേംസ് ഒക്കെ നമുക്ക് പറയുന്ന സമയത്ത് എന്താണ് നമുക്ക് ആ ഒരു മെന്റൽ ഇമേജറി നമ്മുടെ ഉള്ളിലുണ്ട്. അതിനെയാണ് നമ്മൾ ഇമേജറി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് എന്താണ് ലാംഗ്വേജ് ആണ് അല്ലെ. ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് നമുക്ക് ആളുകൾക്ക് എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ ഐഡിയാസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു മീഡിയ ആണെന്ത് ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പൊ ഓരോ സൊസൈറ്റിയിലും അവർ ഓരോ ഡിഫറെന്റ് ആയിട്ടുള്ള ലാംഗ്വേജുകളാണ് അല്ലെ. അപ്പോൾ ഈ ഒരു ലാംഗ്വേജിൽ എന്ന് പറയുന്നത് എന്താണ് മെയിൻ ആയിട്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ, അതായത് നമുക്ക് എന്തൊക്കെയാണോ ഇൻഫർമേഷൻസ് ഉള്ളത് ആ ഒരു ഇൻഫർമേഷൻസിന് എന്താണ് പാസ് ചെയ്യാൻ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു മീഡിയം ആണ് എന്ത് ലാംഗ്വേജ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിൽ ഈ ഒരു എങ്ങനെയാണ്, അതായത് നമുക്ക് പലതരത്തിലുള്ള ലാംഗ്വേജ് നമുക്ക് പഠിക്കാൻ ചില ആളുകൾക്ക് എന്താണ് ചില ആളുകൾക്ക് പെട്ടെന്ന് തന്നെ എല്ലാ ലാംഗ്വേജുകളും മനസ്സിലാവും അല്ലെ. അപ്പൊ അവർക്ക് എന്താണ് ഓൾറെഡി ആ ഒരു ലാംഗ്വേജിനെ കുറിച്ചിട്ട് എന്താണ് ഇൻഫർമേഷൻ അവരുടെ ഉള്ളിൽ പ്രോസസ്ഡ് ആയിരിക്കും. അപ്പൊ നമ്മൾ ഇംഗ്ലീഷ് ഒക്കെ പഠിക്കണം എന്നുണ്ടെങ്കിൽ എന്താണ് നമുക്ക് അതിനോട് കൂടുതലായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ അത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് നമ്മൾ അതെന്താണ് ആ ഒരു സംസാരിച്ച് ഇങ്ങനെ കഴിയുന്ന സമയത്താണ് അതിന്റെ ആ ഒരു ഇൻഫർമേഷൻ പ്രോസസ്സിങ് നമ്മുടെ ഉള്ളിൽ നടക്കുന്നത് അല്ലെ. അങ്ങനെയാണ് നമ്മൾ ആ ഒരു കാര്യം പഠിച്ചെടുക്കുന്നത്. സോ ലാംഗ്വേജ് എന്നുള്ള ആ ഒരു ഡൊമൈൻ ആണ് ഇത് നമുക്ക് ഓരോ ഇൻഡിവിജ്വലിലും എന്താണ് പ്രോസസ്ഡ് ആയിട്ടുള്ള ആ ഒരു ഇൻഫർമേഷനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റുള്ളവരുടെ എന്താണ് കൺവേ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഒരു ഡൊമൈൻ ആണ് ഡെവലപ്മെന്റൽ സൈക്കോളജി. ഡെവലപ്മെന്റൽ സൈക്കോളജി എന്ന് പറയുമ്പോൾ നമുക്ക് വളർന്നു വരുന്ന ഓരോ ഘട്ടം അല്ലെ, അതായത് നമ്മൾ ആ ഒരു ഇൻഫാൻസി സ്റ്റേജിൽ നിന്ന് എന്താണ് പിന്നീട് നമ്മൾ ചൈൽഡ്ഹുഡ് മുതൽ എന്താണ് അഡോളസെന്റ് പീരീഡ്, അങ്ങനെ ഓരോ സ്റ്റേജിൽ എത്തുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന ഡെവലപ്മെന്റ്സ് ഉണ്ടാവും അല്ലെ. ഈ ഡെവലപ്മെന്റ്സിനെ അതായത് കോഗ്നിറ്റീവ് സൈക്കോളജിയിൽ അല്ലെങ്കിൽ കോഗ്നിറ്റീവ് സ്ട്രക്ചറിൽ നമുക്ക് എന്തൊക്കെയാണ് മാറ്റങ്ങളാണ് വരുന്നത് അതൊക്കെ മെയിൻ ആയിട്ട് നോക്കുന്ന എന്താണ് അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് എന്ത്
ഡെവലപ്മെന്റൽ സൈക്കോളജി എന്ന് പറയുന്നത്. ഇതെന്താണ് കോഗ്നിറ്റീവ് സൈക്കോളജിന്റെ ഇമ്പോർട്ടന്റ് പാർട്ടാണ്. കാരണം നമുക്ക് ആ ഒരു നമ്മൾ ഡെവലപ്പ് ചെയ്ത് വരുന്നതോട് കൂടി എന്താണ് നമുക്ക് കോഗ്നിറ്റീവ് ആയിട്ടും എന്താണ് നമുക്ക് വളർന്നു വരണം അല്ലെ. നമുക്ക് ഫിസിക്കലി വളരണം, സൈക്കോളജിക്കലി വരണം, അതുപോലെ തന്നെ എന്താണ് നമുക്ക് കോഗ്നിറ്റീവ്ലി നമ്മൾ എന്താണ് ആ ഒരു ഡെവലപ്മെന്റ് ഉണ്ടായിരിക്കണം എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അതുപോലെ തന്നെ അടുത്തതാണ് തിങ്കിങ് ആൻഡ് കോൺസെപ്റ്റ് ഫോർമേഷൻ. തിങ്കിങ് എന്ന് പറയുന്നത് നമുക്ക് എന്താണ് ഒരു ക്രൗൺ ജുവൽ ഓഫ് കോഗ്നിഷൻ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് തിങ്കിങ് എന്നുള്ള പ്രോസസ് എന്താണ് ഒരു ന്യൂ മെന്റൽ റെപ്രസെന്റേഷൻ അവിടെ ഫോം ചെയ്യാണ് അല്ലെ. അതായത് നമ്മൾ എന്താണ് ഒരു ഇൻഫർമേഷൻ നമ്മൾ ജസ്റ്റ് കേട്ടു, പിന്നെ അതിനെന്താണ് ട്രാൻസ്ഫോം ചെയ്യണം, അല്ലെങ്കിൽ അതിനെ കുറിച്ച് കൂടുതലായിട്ട് അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മൾ അതിനെ കുറിച്ചിട്ട് ആലോചിക്കുന്നു. പല പുതിയ ഐഡിയാസ് അല്ലെങ്കിൽ പുതിയ റിസർച്ച് ടെക്നിക്കുകളൊക്കെ എന്താണ് നമ്മൾ അല്ലെങ്കിൽ തിയററ്റിക്കൽ മോഡൽസിനെ കുറിച്ചിട്ടൊക്കെ എന്താണ് നമ്മൾ അതിനെ കുറിച്ച് ആലോചിക്കുക. സോ നമുക്ക് എന്താണ് ആ ഒരു കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻസ് എന്താണ് പുതിയ തിയററ്റിക്കൽ ആയിട്ടുള്ള ഐഡിയാസ് അല്ലെങ്കിൽ തിയററ്റിക്കൽ ആയിട്ടുള്ള ആ ഒരു നോളജ് ഉണ്ടാക്കി എടുക്കുന്നതിനാണ് എന്ത് നമ്മൾ തിങ്കിങ് അതുപോലെ തന്നെ കൺസെപ്റ്റ് ഫോർമേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ അതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ആയിട്ട് എന്താണ് നമ്മൾ അതിനെ കുറിച്ചിട്ട് ആലോചിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ നമുക്ക് അടുത്തതായിട്ട് പറയാനുള്ളത് എന്താണ് ഹ്യൂമൻ ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഹ്യൂമൻ ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഹ്യൂമൻ ഇന്റലിജൻസ് അല്ലെ. ഹ്യൂമൻ ഇന്റലിജൻസ് എന്ന് പറയുമ്പോൾ എന്താണ് ഇറ്റ് ഈസ് അവർ എബിലിറ്റി അല്ലെ. നമ്മുടെ ഹ്യൂമൻ ബീങ്സിന്റെ ഒരു എബിലിറ്റി ആണ്. എന്തൊക്കെയാണ് അതിൽ വരുന്നത് എബിലിറ്റിയില് അക്വയർ, റീകോൾ ആൻഡ് യൂസ് ഓഫ് ദ നോളജ് ടു അണ്ടർസ്റ്റാൻഡ്. അതായത് നമുക്ക് എന്താണ് ആ ഒരു നോളജിനെ മനസ്സിലാക്കണം, അതുപോലെ തന്നെ അതിനെ അക്വയർ ചെയ്യണം, അതിനെ റീകോൾ ചെയ്യണം അല്ലെ. അപ്പോ നമുക്ക് എന്താണ് അതിൽ എന്തൊക്കെയാണ് വേണ്ടത് ആ ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള അതുപോലെ തന്നെ അബ്സ്ട്രാക്ട് കോൺസെപ്റ്റുകളൊക്കെ നമ്മൾ എന്താണ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്താണ് ആ ഒരു ഒബ്ജക്റ്റുകളും ഐഡിയാസും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ആ ഒരു എബിലിറ്റിനെയാണ് എന്താണ് ഹ്യൂമൻ ഇന്റലിജൻസ് എന്ന് പറയാം. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം ഹ്യൂമൻ ഇന്റലിജൻസ് ഇൻക്ലൂഡ്സ് ദ എബിലിറ്റി ടു അക്വയർ, recall and use knowledge to understand concrete and abstract concepts and the relationship among objects and ideas, to understand a language, to follow instructions, to convert verbal descriptions to actions, and to behave according to the rules, and to the use of the knowledge in a meaningful way. അതായത് നമുക്ക് എന്താണ് നമ്മൾ അക്കയോടായിട്ടുള്ള ആ ഒരു നോളജിനെ നമ്മൾ എന്താണ് റീകോൾ ചെയ്യണം, അതുപോലെ തന്നെ അതിനെ ആ ഒരു യൂസ്ഫുൾ അതായത് ആ ഒരു നോളജിനെ എന്താണ് നമ്മൾ യൂസ് ചെയ്യണം അല്ലെ. അതായത് ആപ്റ്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷനിൽ എന്താണ് നമ്മൾ യൂസ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ അബ്സ്ട്രാക്ട് ആയിട്ടുള്ള പല കൺസെപ്റ്റുകളും നമ്മൾ അതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കേണ്ടതായിട്ടുണ്ട് അല്ലേ. അതായത് നമുക്ക് അത്രയും ഇന്റലിജന്റ് ആയിട്ടുള്ള ആളുകൾക്കാണ് എന്ത് പുതിയ തിയറീസ് അതുപോലെ തന്നെ പുതിയ നോളജുകൾ അല്ലെങ്കിൽ പുതിയ കോൺസെപ്റ്റ് ഒക്കെ എന്താണ് അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഈ ഐഡിയാസ് തമ്മിലുള്ള എന്താണ് ഒരു റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു ലാംഗ്വേജ് നമുക്ക് മനസ്സിലാവണം, ആ ഒരു ഇൻസ്ട്രക്ഷൻസ് എന്താണ് നമ്മൾ ഫോളോ ചെയ്യണം. അതുപോലെ തന്നെ എന്താണ് വെർബലി ആ ഒരു ഡിസ്ക്രിപ്ഷൻസിനെ എന്താണ് നമ്മൾ ആക്ഷൻസിലോട്ട് കൊണ്ടുവരണം. അതുപോലെ തന്നെ ആ ഒരു റൂൾസിന് അനുസരിച്ച് എന്താണ് നമ്മൾ അതിന് ബിഹേവ് ചെയ്യാൻ പഠിക്കണം. പിന്നെന്താണ് നമുക്ക് അത് മീനിങ് ആയിട്ട് ഒരു മീനിങ് വേൽ എന്താണ് ആ ഒരു നോളജിനെ നമ്മൾ യൂസ് ചെയ്യുന്നതിലാണ് എന്ത് ഹ്യൂമൻ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഒരു വ്യക്തി ഇന്റലിജന്റ് ആവണം എന്നുണ്ടെങ്കിൽ എന്താണ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട് അല്ലെ. സോ കമ്പ്യൂട്ടർ സയൻസ് എന്താണ് പുതിയതായിട്ട് ഒരു സ്പെഷ്യൽ കാര്യം കൊണ്ടതായത് നമുക്കറിയാം അല്ലെ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അതായത് ഒരു റോബോട്ട് പെർഫെക്റ്റ് റോബോട്ടിനെ എന്താണ് അവര് ഡിസൈൻ ചെയ്യാണ് അല്ലെ കമ്പ്യൂട്ടറിന്റെ സഹായത്തോട് കൂടി. അതായത് നമ്മൾ ഹ്യൂമൻ ബീയിങ്സിന്റെ അതുപോലെ തന്നെ എന്താണ് ഇമിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ സിമുലേറ്റ് ചെയ്യുന്ന തരത്തിൽ എന്താണ് ഒരു AI എന്നുള്ള കൺസെപ്റ്റ് അവർ കൊണ്ടുവന്നിട്ടുണ്ട് അല്ലെ. അപ്പോൾ നമ്മൾ ഹ്യൂമൻ ബീയിങ്സ് എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്യുന്നത് അതുപോലെ എന്താണ് അവർ കമ്പ്യൂട്ടർ പ്രോഗ്രാംസ് യൂസ് ചെയ്തിട്ട് എന്താണ് അവർ ടെക്നോളജി എന്താണ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരികയാണ് അല്ലെ. സോ ഇത്രയും കാര്യങ്ങളാണ് എന്ത് നമുക്ക് ഡൊമൈൻസ് ഓഫ് കോഗ്നിറ്റീവ് സൈക്കോളജിയിൽ പഠിക്കാനുള്ളത്. നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ ഒരു യൂണിറ്റിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് എന്തൊക്കെ റിസർച്ച് മെത്തേഡ്സ് യൂസ്ഡ് ഇൻ കോഗ്നിറ്റീവ് സൈക്കോളജി, അതുപോലെ തന്നെ എന്താണ് ഡൊമൈൻസ് ഓഫ് എന്താണ് കോഗ്നിറ്റീവ് സൈക്കോളജി. നമുക്ക് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് നോക്കി കഴിഞ്ഞാൽ അറിയാം ഈ രണ്ട് ക്വസ്റ്റ്യൻസ് എന്താണ് നമുക്ക് റിപ്പീറ്റ് ആയിട്ട് വരുന്ന ഒരു ഏരിയ ആണ്. അപ്പൊ നിങ്ങൾ എന്താണ് ഈ രണ്ട് ടോപ്പിക്കുകളും മെയിൻ ആയിട്ട് നന്നായി മനസ്സിലാക്കിയിട്ട് തന്നെ പഠിക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു.